അച്ഛനിപ്പം പറയും എൻ്റെ ആ സ്ത്രീ ഇപ്പോഴും അവിവാഹിതയായി നിൽക്കുകയാണ്. അന്ന് ബഷീറും സാബിത്താത്തി ഹണിമൂൺ ആഘോഷിച്ച് ഞങ്ങളെ ചന്ദ്രകാന്തത്തിൽ വെച്ചിരുന്നു. അച്ഛൻ അത്രയും ആത്മാർത്ഥതയോടുകൂടി ഉള്ളറിഞ്ഞെഴുതിയ നോവലാണ് ദേശത്തിൻ്റെ കഥ. എനിക്ക് അച്ഛൻ്റെ കഥയിൽ ദേശത്തിൻ്റെ കഥക്കാണ് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. എങ്കിലും എനിക്കിഷ്ടം വിഷകന്യകയാണ്. മണ്ണിൻ്റെയും മനുഷ്യരുടെയും കഥ പറഞ്ഞ ആ ഒരു വിഷകന്യക വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും വല്ലാത്തൊരു വിഷമം തോന്നും. അച്ഛൻ്റെ ഒരു കഥയിലും ഒരു നോവലിലും തെക്കൻ തിരുവിതാംകൂർ ഭാഷ, ക്രിസ്ത്യാനികളുടെ ഭാഷ എഴുതിയിട്ടില്ല. പക്ഷേ വിഷകന്യകയിൽ അച്ഛൻ അത് എഴുതി ചേർത്തിട്ടുണ്ട്. അതും അച്ഛൻ 6 മാസക്കാലം വയനാട്ടിൽ പോയി താമസിച്ച് അവരുടെ ദുരിതങ്ങളും യാതനകളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വിഷകന്യക എഴുതിയത്. അവരുടെ കഥാപാത്രങ്ങളെ പറ്റി അറിയില്ല, പക്ഷെ തെരുവിൻ്റെ കഥ, ദേശത്തിൻ്റെ കഥയിലൊക്കെ കഥാപാത്രങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയുന്ന കഥാപാത്രങ്ങളായിരുന്നു. കാരണം അന്നത്തെ ആ കാലത്ത് ജീവിച്ച് മരിച്ചു വരുന്ന ആ ആൾക്കാരായിരുന്നില്ല ആ കഥാപാത്രങ്ങളൊക്കെ. അപ്പോൾ അവർ ചില ആൾക്കാരൊക്കെ വീട്ടിൽ വരുമ്പോൾ അച്ഛൻ പറയും ഇന്ന ആളാണ് വരുന്നത്. ഒരിക്കൽ അച്ഛൻ്റെ 60ാമത്തെ പിറന്നാളിന് അച്ഛൻ്റെ ജന്മദേശമായ അതിരാണിപ്പാടത്ത് വെച്ചിട്ട് അവിടുത്തെ ആൾക്കാരെല്ലാം കൂടി സ്വീകരണം കൊടുക്കേണ്ടേ. അന്ന് അവർ നൽകിയത് 60 തിരിയിട്ട് കത്തിക്കുന്ന ഒരു നിലവിളക്കായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഒരാൾ വന്ന് വലിയൊരു പൂച്ചട്ടി സ്റ്റേജിൻ്റെ മേലെ വന്ന് വെച്ചിട്ട് പോയി. അപ്പം ഞാനിന്ന് ചെറിയ കുട്ടിയാണ്, പക്ഷേ ഇയാൾ കണ്ട നല്ല ഓർമ്മ. ഞാൻ വിചാരിച്ചു ഇയാൾ എൻ്റെ സ്റ്റേജിൻ്റെ മേലെ ഇത്രയും വലിയൊരു റോസാച്ചെടി വെച്ച് പോകുന്നതെന്ന്. വീട്ടിലെത്തിയപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എൻ്റെ തെരുവിൻ്റെ കഥയിൽ ഓമഞ്ചി എന്ന് പറയുന്ന കഥാപാത്രമാണ് അതെന്ന്. അപ്പോൾ അന്നൊന്നും എനിക്ക് അത്ര തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ അവർക്ക് അയ്യോ എങ്കിൽ ഞാൻ ഒന്നും കൂടി അദ്ദേഹത്തെ ഒന്നും കൂടി ശ്രദ്ധിക്കുമായിരുന്നല്ലോ. അന്ന് എനിക്ക് അത്ര കുട്ടിയായിരുന്നപ്പം ആളെ കണ്ട ഓർമ്മ ഈ കഥാപാത്രം ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് തെരുവിൻ്റെ കഥ, ദേശത്തിൻ്റെ കഥ എന്താ പറയുക, അച്ഛൻ്റെ ആത്മകഥാപരമായ നോവലാണ്. ആത്മകഥ എന്ന് അച്ഛൻ ഒരിക്കലും അതിനെ പറയാറില്ല. അച്ഛൻ പറയാം ആത്മകഥാപരമായ നോവലാണെന്ന്. അതിൽ അച്ഛൻ മരിക്കുന്ന രംഗം, അച്ഛൻ്റെ ഏട്ടൻ മരിക്കുന്ന രംഗമൊക്കെ എഴുതുമ്പോൾ അച്ഛൻ അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അത്രയും ആത്മാർത്ഥതയോടുകൂടി ഉള്ളറിഞ്ഞെഴുതിയ നോവലാണ് ദേശത്തിൻ്റെ കഥ. അതും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളാണ്. അത് അനുഭവങ്ങളില്ലാണ്ട് ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. അച്ഛൻ്റെ കഥകളെല്ലാം അനുഭവങ്ങളിലൂടെയുള്ള കഥകളാണ് അച്ഛൻ അധികം എഴുതിയത്. അതിരാണിപ്പാടത്ത് താമസിച്ചിരുന്ന ഒരു സ്ത്രീ, അച്ഛൻ്റെ ദേശത്തിൻ്റെ കഥയിലൊരു കഥാപാത്രം വീട്ടിലിടക്കിടക്ക് വരികയായിരുന്നു. അവർ നന്നായി വെറ്റില മുറുകിയിരുന്നു. അപ്പം ആ സ്ത്രീനെ എപ്പോഴും ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കും. വീട്ടിൽ വരുമ്പോൾ അച്ഛൻ എന്തെങ്കിലും പൈസ കൊടുത്ത് പറഞ്ഞയക്കുക ചെയ്യുക. അതൊക്കെ അച്ഛൻ്റെ ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രമായിരുന്നു. ഓമഞ്ചി, അവരൊക്കെ തെരുവിൻ്റെ കഥയിലെ ഓമഞ്ചി. പിന്നെ ഓരോ കഥാപാത്രങ്ങളും ശരിക്കും ആ കോഴിക്കോട് ജീവിച്ച് മരിച്ചിരുന്ന കഥാപാത്രങ്ങളായിരുന്നു അച്ഛൻ്റെ കഥയിലൊക്കെ ഉള്ളത്. പലരും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും ഉണ്ട് ഒരു ലേഡി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അച്ഛൻ്റെ ഇത് അതിരാണിപ്പാടത്ത് ഉള്ള ഒരു സ്ത്രീയാണ് രാധ എന്ന് പറഞ്ഞിട്ട്. അവരിപ്പോഴും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുട്ടിക്കാലത്തെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് താമസിച്ച് അച്ഛനോട് അത്രയും അടുത്ത ബന്ധം പുലർത്തിയിരുന്നൊരു സ്ത്രീയായിരുന്നു അത്. അവരെ അമ്മയും അച്ഛനൊക്കെ ഒരു അയ്യപ്പൻ എന്ന് പറയും അവരെ അച്ഛൻ. അതൊക്കെ ദേശത്തിൻ്റെ കഥയിലുള്ള കഥാപാത്രങ്ങളാണ്. അച്ഛൻ പറയും ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്, നാട് ഏതാണെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും അച്ഛന് പ്രകൃതി ഭംഗി കൊണ്ട് ഏറ്റവും ഇഷ്ടം അച്ഛൻ പറയും സ്വിറ്റ്സർലൻഡാണെന്ന്. പച്ചയായ മനുഷ്യരെ കാണെങ്കിൽ ആഫ്രിക്കയിൽ പോകണമെന്ന് പറയും. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ എനിക്കെൻ്റെ കോഴിക്കോടും എൻ്റെ ആ പുതിയാറ പ്രദേശമാണ് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് അച്ഛൻ എപ്പം പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ യാത്ര അച്ഛൻ്റെ കൂടെയുള്ള യാത്രയായിരുന്നു. അച്ഛൻ്റെ കയ്യും പിടിച്ച് അന്ന് ചന്ദ്രകാന്തം തുടങ്ങി മിഠായിത്തെരുവ് വരെ നടന്നാണ് പോവുക. അപ്പോൾ നടന്നു പോകുമ്പം ഓരോ ചെറിയ ആളെന്നല്ല വലിയ ആൾക്കാരെന്ന് എല്ലാവരും അച്ഛൻ ഒരേപോലെയാണ് പെരുമാറുക. അവിടെ എത്തുന്നവരെ ആരോടെങ്കിലൊക്കെ സംസാരിക്കുക, എന്നോട് സംസാരിച്ചു കൊണ്ടായിരിക്കും അച്ഛൻ നടക്കുക. നടന്ന് ചെന്ന് അവസാനം എത്തുന്ന ഈ മോഡേൺ ബേക്കറിയിലിരിക്കും. അവിടെയാണ് അന്നത്തെ വൈകുന്നേരം എല്ലാ സാഹിത്യകാരന്മാരും കൂടാറ്. എല്ലാവരും അവിടെയാണ് വന്ന് കൂടാറ്. ആ മാധവേട്ടൻ്റെ കയ്യിൽ നിന്ന് കഴിച്ച ആ മധുരത്തിൻ്റെ, ആ ബിസ്ക്കറ്റിൻ്റെയും കേക്കിൻ്റെയൊക്കെ മധുരം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഏറ്റവും മധുരത്തോടെ കഴിച്ച പലഹാരങ്ങൾ അതായിരിക്കും മാധവേട്ടൻ്റെ കയ്യിൽ നിന്ന് കഴിച്ച. അച്ഛൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഈ മമ്പള്ളി മാധവൻ എന്ന് പറയുന്നവരായിരുന്നു. പിന്നെ അന്നത്തെ കാലത്തൊക്കെ എഴുത്തുകാർ അച്ഛൻ അച്ഛൻ എഴുതിയ സമയത്ത് അച്ഛന് അഭിനന്ദനക്കുറിപ്പ് എഴുതി കൊടുത്തത് വഴിയാണ് അച്ഛൻ ഉറൂബിനെയും ചങ്ങമ്പുഴയും പരിചയപ്പെട്ടതെന്ന്. അപ്പോൾ ഇന്നത്തെമാതിരി അന്ന് ഒരു പുതിയൊരു എഴുത്തുകാരൻ എഴുതി തുടങ്ങിയാൽ ഇന്നത്തെ കാലത്ത് അതിനെ വിമർശിച്ച് വധിക്കാനാണ് എല്ലാവരും ശ്രമിക്കാറ്. പക്ഷെ അന്ന് അച്ഛൻ പറയും അതിനൊക്കെ അഭിനന്ദനക്കുറിപ്പ് അച്ഛൻ അയച്ചു കൊടുത്ത ആ വഴിയാണ് അച്ഛൻ ചങ്ങമ്പുഴേനെ പരിചയപ്പെട്ടത്. ഉറൂബ് എന്നറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണനായിട്ടും അച്ഛന് നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിന് നടക്കാവിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ അധിക ദിവസം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറും. ഫോൺ വിളിച്ചാൽ ഇവർ രണ്ടുപേരും വിളിക്കും. രണ്ടുപേരും ഉറക്കമാണ് സംസാരിക്കുക. സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോൺ വെക്കില്ല, കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കോൾ വരുമ്പോൾ അമ്മ പറയുമോ ഇത് PC-ൻ്റെ കോളാണ് വരുന്നത്, അതാണ് നിർത്താണ്ട് സംസാരിക്കുന്നതെന്ന്. അതേപോലെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു അച്ഛന്. അന്നൊക്കെ വൈകുന്നേരം ചന്ദ്രകാന്തം നിറയെ എഴുത്തുകാരായിരുന്നു. അധിക ദിവസം വരും അവിടെ ഇരുന്ന് പല ചർച്ചകളൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ ബഷീറായാലും P. വത്സല ടീച്ചർ, NP മുഹമ്മദ്, തിക്കോടിയം മാഷ്. എൻ്റെ അമ്മ മരിച്ച സമയത്ത്
ആ രാത്രി കുറേ നേരം അച്ഛൻ്റെ കൂടെ ഇരുന്ന് അച്ഛനെ സമാധാനിപ്പിക്കുകയും എല്ലാം ചെയ്ത് തിക്കോടി മാഷായിരുന്നു. അപ്പോൾ തിക്കോടി മാഷക്കും ഇതേ അനുഭവമായിരുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യം മരിച്ചതിന് ശേഷമാണ് ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അച്ഛനോട് പങ്കുവെക്കുന്നതൊക്കെ എനിക്ക് അങ്ങനെ രാത്രി കിടക്കുമ്പോൾ കുറേ നേരം അവർ രണ്ടുപേരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തിക്കോടി മാഷ് എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു. ഇപ്പോഴും പുഷ്പേച്ചായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അന്ന് ചന്ദ്രകാന്തൻ ഞങ്ങൾ അവിടെ ഇല്ലാത്ത സമയത്തായിരുന്നു ബഷീറിന് എൻ്റെ ഉപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ള ആ നാടകം എഴുതാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ബഷീറിനെ പിടിച്ചു കൊണ്ടുവന്ന ചന്ദ്രകാന്തത്തിലേക്ക് ഇരുന്ന്. അന്ന് ഫാബിത്താത്ത അച്ഛൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ സാഹിത്യ അക്കാദമി ഒരു പരിപാടി നടത്തിയിരുന്നു. അന്ന് അവിടെ വെച്ച് ഫാബിത്താത്ത നല്ലൊരു പ്രസംഗം നടത്തി. അന്ന് ചന്ദ്രകാന്തത്തിൽ താമസിച്ച ആ കഥകളൊക്കെ നല്ല രീതിയിൽ അവർ വിവരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇപ്പോൾ അച്ഛൻ്റെ ഡയറി വായിക്കുമ്പോൾ അതിനകത്ത് നിന്ന് കുറേ ഭാഗങ്ങൾ ഞാൻ എടുത്ത് നോക്കിയിട്ട് എനിക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അന്ന് ബഷീറും സാബിത്താത്തയും ഹണിമൂൺ ആഘോഷിച്ച് ഞങ്ങളെ ചന്ദ്രകാന്തത്തിൽ വെച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും ചന്ദ്രകാന്തത്തിൻ്റെ അടുത്തുള്ള പല അയൽക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. അവർ പറയും ഞങ്ങൾ സാബിത്താത്തേനെ ഊഞ്ഞാലാട്ടി കൊടുത്ത കഥകളും ബഷീറിന് ചായ ഉണ്ടാക്കി കൊടുത്ത കഥകളൊക്കെ അവരിപ്പോഴും പറയും. അപ്പോൾ കുറച്ച് ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഫാബിത്താത്തൊക്കെ അറിയില്ലായിരുന്നു ഇത് അച്ഛൻ എസ് കെ പൊറ്റക്കാടിൻ്റെ വീടാണ് എന്നുള്ളത്. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രാവശ്യം അച്ഛൻ വന്നപ്പം വാതിലിന് മുട്ടി. അപ്പം ഫാബിത്താത്ത പറഞ്ഞു, ബഷീറിനോട് പറഞ്ഞു ആരോ വാതിലിന് മുട്ടുന്നുണ്ട്. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ അച്ഛനാണ്. അപ്പോൾ ബഷീർ പറഞ്ഞു അത് വീടിൻ്റെ ഉടമസ്ഥൻ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ചോദിച്ചു ഉടമസ്ഥനോ? അപ്പോൾ നമ്മളെ വീടല്ല ഇതേ ചോദിച്ചു ഫാബിത്താത്ത. അപ്പോൾ ബഷീർ പറഞ്ഞു അല്ല, ഇതാ ഉടമസ്ഥനാണ് ഈ നിൽക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ രസകരമായ പല സംഭവങ്ങളും അവിടെ വെച്ചിട്ട് അച്ഛനെ ഡയറിയിൽ എഴുതിയത് വായിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. അച്ഛൻ്റെ അന്നത്തെ കാലത്തിലെ സാഹിത്യകാരന്മാരെ കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് മാധവിക്കുട്ടീൻ്റെയാണ്. അച്ഛനൊരിക്കലും അച്ഛൻ്റെ ഡയറി എഴുതിയപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി. കാരണം എന്താ വെച്ചാൽ അതിൽ എഴുതിയിട്ടുണ്ട് അച്ഛൻ ഞങ്ങൾ ഇന്ന് മാധവിക്കുട്ടി നാലപ്പാട്ട് പോയി. അന്ന് അവിടെ മാധവിക്കുട്ടീൻ്റെ കല്യാണമായിരുന്നു. അന്ന് അവിടെ കഥകളി ഒക്കെ ഉണ്ടായിരുന്നു. അത് രാത്രി അതൊക്കെ കണ്ടതിന് ശേഷമാണ് മടങ്ങിയത് എന്ന്. അപ്പോൾ പിന്നെ ഈ സാഹിത്യ അക്കാദമിൻ്റെ അച്ഛൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് മാധവിക്കുട്ടിയൊക്കെ കാണാറുണ്ട്. പക്ഷെ അന്നൊന്നും ഇന്നത്തെ മാതിരി ഇന്നാണെങ്കിൽ എനിക്ക് പോയി നിന്ന് സെൽഫി എടുക്കാം അങ്ങനെ അന്നത്തെ കാലത്ത് അതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. കണ്ട് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുക എന്നല്ലാണ്ട് പോയി പരിചയപ്പെടാൻ വർത്താനം പറയാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നഷ്ടബോധം തോന്നാറുണ്ട്. എത്രയോ ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ കാലത്തുള്ള അവരോടൊക്കെ സംസാരിക്കാനും പരിചയപ്പെടാനും. അച്ഛൻ്റെ കൂടെ വരുമ്പോൾ അധികം എഴുത്തുകാരും ഉണ്ടാവുമെങ്കിലും അന്ന് അവരോടും അച്ഛനോടും സംസാരിക്കുന്ന മാതിരി തന്നെ പറയാമെന്നല്ലാണ്ട് ഇന്നത്തെ മാതിരി നമ്മൾ പരിചയപ്പെടുന്ന രീതിയിലായിരുന്നില്ല അന്ന് അവരെ കണ്ടിരുന്നത്. ഞാൻ മാധവിക്കുട്ടീനെ കാണുമ്പോൾ ഒക്കെ നോക്കി നിൽക്കും. ആ ഒരു കൊച്ചു കുട്ടികളന്മാരിങ്ങനെ കൊഞ്ചി വർത്താനം പറയുന്നതും ആ മുടിയും ആ കണ്ണൊക്കെ കണ്ടാൽ എന്തൊരു അഴകായിരുന്നു. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ കല്യാണത്തിനല്ല ചേച്ചീൻ്റെ കല്യാണത്തിന് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ രൂപം എൻ്റെ മനസ്സിലുണ്ട്. അത്രയും ഭംഗിയായിരുന്നു. അതേമാതിരി പി വത്സല അവർ അന്ന് മക്കൾ ചെറുതായിരുന്നു. മിനി ഒരു മകനോ ഒരു മകളോ ഉള്ള ടീച്ചറും അപ്പോൾ കുട്ടിമാഷൊക്കെ വീട്ടിൽ സ്ഥിരം സന്ദർശകരായിരുന്നു. അധികം ദിവസം വൈകുന്നേരം വരും. അവർ കഥ എഴുതുമ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാനൊക്കെ അച്ഛൻ്റെ അടുത്താണ് വരിക. വയനാട്ടിൽ വെച്ചിട്ട് നെല്ല് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അച്ഛനും ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ഷൂട്ടിങ് കാണാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ സിനിമയിൽ എന്തെങ്കിലും ചാൻസ് വേണമെന്ന് പറഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ അച്ഛന് കഴിയുന്നത് അന്നൊക്കെ ഈ മൂവിയിലൊക്കെ അച്ഛന് പല ആൾക്കാർക്ക് അച്ഛൻ ചാൻസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. എം ബഷീർ മാഷായിട്ട് അച്ഛനെ അതാ വീട്ടിൽ വരാറ്. മോഡേൺ ബേക്കറി മാധവേട്ടൻ മരിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി കൂടുന്ന സ്ഥലം അളകാപുരിയിലെ NBS ആയിരുന്നു. അളകാപുരിൻ്റെ അടുത്താണ് NBS നാഷണൽ ബുക്ക് സ്റ്റോൾ ഉള്ളത്. അന്ന് അവിടെ വെച്ചിട്ടാണ് എല്ലാ എഴുത്തുകാരും കൂടാറ്. അന്ന് അതിനുശേഷം അവരെ കൂടി കഴിഞ്ഞാൽ എല്ലാവരും അളകാപുരിയിൽ പോയി ചായ കുടിക്കാൻ പോകും. അന്ന് എം ബഷീർ ഉണ്ടാവും അന്നത്തെ എല്ലാ എഴുത്തുകാരും. ഞാനും അച്ഛൻ്റെ കൂടെ പോകാറുണ്ട്. അന്ന് അളകാപുരിയിൽ ആ സ്റ്റെപ്പിൻ്റെ താഴെ ഒരു ഷോപ്പുണ്ട്. അവിടെ നല്ല ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കയറുമ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ പോയി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും അച്ഛൻ അവിടെ പോകുമ്പോൾ അത് വാങ്ങിയിട്ടാണ് പിന്നെ മടങ്ങി വരാറ്. അതൊക്കെ നല്ലൊരു ഓർമ്മകളായിട്ട് ഇപ്പോഴും ഉണ്ട്. അച്ഛൻ്റെ ദേശത്തിൻ്റെ കഥ എഴുതാൻ കുങ്കുമം വാരികയിൽ ഒരു നോവൽ വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പത്രാധിപർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എഴുതാമെന്ന് ഏൽക്കുകയും ചെയ്ത്. അന്ന് അത് ഈ നോവൽ എഴുതി തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പ് അവർ ആ കുങ്കുമത്തിൽ വരുമ്പം നല്ല അതിന് ഭയങ്കരമായ പരസ്യം കൊടുത്ത് വലിയ ബാനറൊക്കെ കിട്ടി ഇങ്ങനെ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ നോവൽ കുങ്കുമത്തിൽ വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞെഴുതി. 2 കൊല്ലം എടുത്ത് അച്ഛൻ ആ നോവൽ എഴുതാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് അച്ഛന് ആ നോവലിന് ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്നത്. അപ്പന് എന്താ പറയുക, അച്ഛൻ എപ്പോഴും പറയും എൻ്റെ ആ നോവലിന് ഇവരെ നിർബന്ധം കൊണ്ടാണ് ഞാനത് എഴുതിയത്. അപ്പം അതിൻ്റെ എല്ലാ ഇതും കിട്ടുന്നത് കുങ്കുമം പത്രാധിപർക്കാണെന്ന്. അച്ഛൻ്റെ കഥകളൊക്കെ അധികം വന്നത് മാതൃഭൂമിയിലായിരുന്നു. അന്നൊക്കെ അച്ഛൻ്റെ ഓരോ കഥകൾ എഴുതുമ്പോഴും മാതൃഭൂമിയാണ് അത് പ്രസിദ്ധീകരിക്കാറ്. അച്ഛന് ആദ്യത്തെ പ്രതിഫലം അച്ഛന് കൊടുക്കുന്ന മാതൃഭൂമിയിൽ നിന്നാണ്. KP കേശവമേനോനായിട്ട് അച്ഛൻ നല്ല അടുപ്പായിരുന്നു. അദ്ദേഹം എപ്പോഴും വീട്ടിൽ വരികയായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും അവിടെ ശ്രീനിവാസനുണ്ട് KP കേശവമേനോൻ്റെ കൂടെ എപ്പോഴും വരുന്നത്. അപ്പോൾ അവർ 2 പേര് അവരാണ് വീട്ടിൽ കൊണ്ടുവരിക. വീട്ടിൽ വന്നിരുന്നാൽ കുറേ നേരം സംസാരിച്ചതിന് ശേഷമാണ് അവർ മടങ്ങി പോവാറ്. കേശവമേനോൻ്റെ ഭാര്യയും അമ്മയും തമ്മിൽ ആദ്യമേ പരിചയമുണ്ട്. അവർ സിംഗപ്പൂർ സിലോണിലുള്ള സമയത്ത്
അമ്മക്ക് ആ കുടുംബമായിട്ട് നല്ല പരിചയമായിരുന്നു. അരുണെന്ന് മറ്റൊരു അച്ഛനൊരു തൂലികാനാമുണ്ട്, അതാർക്കും അറിയില്ലായിരുന്നു. രാഷ്ട്രീയ മാസികയിൽ അച്ഛൻ അരുണെന്ന് മറ്റേ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഓരോ സംഭവങ്ങളും പച്ചയായി തുറന്നെഴുതുന്ന ഒരു എന്താ പറയുക, ഒരു പങ്ക്തിയായിരുന്നു അരുണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളെ പറ്റിയും അച്ഛൻ എഴുതും. അന്നത്തെ കാലത്ത് നടക്കുന്ന എല്ലാ എതിരായിട്ടുള്ള നിൽക്കുന്ന എല്ലാം നല്ല ആ കാര്യങ്ങളൊക്കെ എഴുതും. പന്തക്കാടുകൾ എന്ന് മറ്റേ അതിനകത്ത് പിന്നെ ഒരു പുസ്തകം വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ അച്ഛനെ അരുണെന്ന് മറ്റാണ് അധികം എഴുതാറ്. അന്നൊന്നും എനിക്ക് എഴുത്തിലേക്ക് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഓരോ അച്ഛൻ്റെ ജന്മദിനം വരുമ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ ആർട്ടിക്കിൾ അച്ഛനെ പറ്റിയിട്ടുള്ള ഓർമ്മക്കുറിപ്പൊക്കെ എഴുതി കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്താണ് അതൊരു പുസ്തകം ആക്കിക്കൂടെയെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് അച്ഛനാണ് ദേശം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്നു അതിൻ്റെ അവതാരിക MT സാറിനെ കൊണ്ട് എഴുതിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ അന്ന് കോവിഡൊക്കെ ഉള്ള സമയം അതിനെക്കൊണ്ട് അദ്ദേഹം എഴുതി തരുമോ എന്നുള്ളൊരു പേടി മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും ഞാൻ നമ്പർ ഇതാക്കി MT സാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പുസ്തകം എഴുതിയിട്ടുണ്ട്, എൻ്റെ അവതാരിക എന്തായാലും സാറ് എഴുതി തരണമെന്ന്. പക്ഷെ അപ്പോൾ യാതൊരു മടിയും കൂടാതെ എന്നോട് പറഞ്ഞു ഇത് മാറ്റർ കൊണ്ടുവരും, ഞാൻ വായിച്ച് നോക്കിയിട്ട് എഴുതി തരാമെന്ന്. എനിക്കെന്തോ അപ്പം വിശ്വസിക്കാൻ തോന്നിയില്ല, ഇത്രയും വലിയ ഒരു മടിയില്ലാണ്ട് ഇത്രയും പറഞ്ഞല്ലോ എന്നുള്ള. അപ്പം ഞാൻ ആ പുസ്തകം കൊണ്ട് MTൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവരെ വൈഫ് അത് വാങ്ങി വെച്ചു. പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, വാങ്ങാൻ വേണ്ടിയിട്ട് വരാൻ. ഞാൻ പോയി വാങ്ങി. ആ അവതാരിക എഴുതി എനിക്ക് വായിച്ച് അത് എഴുതിയതിന് ശേഷം അദ്ദേഹം അത് വായിച്ച് എന്നെ കേൾപ്പിച്ച് തന്നതിന് ശേഷം ഒരു പുസ്തകവും തന്നു. അച്ഛനെക്കുറിച്ചുള്ളൊരു പുസ്തകം ഉണ്ടായിരുന്നു, അതും തന്നു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും ഞാൻ എല്ലാവരും പറയാം MT അങ്ങനെ സംസാരിക്കില്ല എന്നൊക്കെ. പക്ഷേ ആ ചെന്നപ്പോൾ ആ സ്വീകരണം എനിക്കെന്തോ അപ്പം അച്ഛനെ ഓർത്ത് പോയി. അച്ഛനും അതേമാതിരി MTനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അച്ഛൻ്റെ ഡയറി വായിക്കുമ്പോഴൊക്കെ അതിനകത്ത് ഇങ്ങനെ ഓരോ കാര്യം എഴുതി വെക്കും. അപ്പം അന്ന് നിർമ്മാലയത്തിന് അവാർഡ് കിട്ടിയ സമയത്ത് ഒരു PJ ആൻ്റണി ഇവർക്കെല്ലാം കൂടി സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛൻ MTനെ കൂട്ടി ആ സ്റ്റേജിൽ നിന്ന് MTൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ട് തന്നെ അച്ഛൻ പറഞ്ഞത് ഇത് കേരളത്തിൻ്റെ മാണിക്യക്കല്ലാണ് MT എന്ന്. കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് തന്നെ അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു എഴുത്തുകാരനാണ് MT എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ MTനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്കും എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് MTൻ്റെ കഥകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും വായിക്കുക MTൻ്റെ കഥകളായിരുന്നു. അങ്ങനെ അപ്പോൾ ആ അവതാരിക എൻ്റെ എത്രയോ കാലത്തെ ഒരു ആഗ്രഹം സാധിച്ചു എനിക്ക്. ആ അവതാരിക എഴുതുന്നത് ഇപ്പോഴും ഞാനത് നല്ല എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഡയറി വായിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് MT ആദ്യം കല്യാണം കഴിച്ച സമയത്ത് MTയും ഭാര്യയും കൂടി ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഡൽഹിയിലായിരുന്നു പോയത്. അന്ന് അച്ഛൻ അവിടെ കൊണ്ട് പാർലമെൻറ്റ് കുത്തബ് മിനാറൊക്കെ കാണിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അതേമാതിരി അച്ഛന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സമയത്ത് MTൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾക്കൊരു സ്വീകരണം തന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ ഞങ്ങളൊക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയായിട്ട് നല്ല ബന്ധമായിരുന്നു. MTൻ്റെ പ്രേമികളും നല്ല രീതിയിലായിരുന്നു. അമ്മയായിട്ട് എപ്പോഴും ഫോൺ വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. 6 കഥകൾ അച്ഛൻ സിനിമയാക്കിയിട്ടുണ്ട്. അച്ഛൻ അതിൽ ഏറ്റവും ഇഷ്ടം അച്ഛന് സ്ത്രീ എന്ന് പറയുന്നൊരു കഥയുണ്ടായിരുന്നു അച്ഛൻ്റെ. അത് എത്രയോ പ്രാവശ്യം അത് ഫിലിമാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തിരക്കഥകൾ എഴുതി എല്ലാം റെഡിയാക്കി വെച്ചിട്ടും അതെന്തോ പിന്നെ എന്തുകൊണ്ടാണെന്നല്ല അത് മുടങ്ങിപ്പോയി. അച്ഛനിപ്പം പറയും എൻ്റെ ആ സ്ത്രീ ഇപ്പോഴും അവിവാഹിതയായി നിൽക്കുകയാണ്, ഏതെങ്കിലും നല്ല വരം വരികയാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. അച്ഛൻ തമാശയായിട്ട് എഴുതാറുണ്ടായിരുന്നത്. എനിക്കും അച്ഛൻ്റെ കഥയിൽ ഇഷ്ടപ്പെട്ടൊരു കഥയായിരുന്നു സ്ത്രീ. ഒരു പ്രൊഫസറെ കഥയാണത്. ഒരു പ്രൊഫസർ ഒരു സ്ത്രീയെ സ്നേഹിച്ചിട്ട് ചെറിയൊരു കളവ് നടത്തിയിട്ട് അത് അവസാനമാണ് മനസ്സിലാവുന്നത് ഈ ഇവർ കാമുകിയല്ല ആ കളവ് നടത്തിയത്. നല്ല മനോഹരമായൊരു കഥയായിരുന്നു അത്. ഇപ്പോഴും ഞാൻ ചിലപ്പോൾ വിചാരിക്കും അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സിനിമയാക്കി അത്രയും നല്ലൊരു കഥയാണ് അത്. മൂടുപടം സിനിമയായത് നല്ലൊരു കഥയായിരുന്നു. അതും ഒരു ഹിന്ദു മുസ്ലിം മൈത്രി കഥയായിരുന്നു അത്. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, പക്ഷെ അതിലെ പാട്ടൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നല്ല പാട്ടുകളുണ്ടായിരുന്നു അതിൻ്റെ അകത്തുള്ളത്. മൂടുപടം കഴിഞ്ഞ് പിന്നെ നാടൻ പ്രേമം വന്നു, പിന്നെ പുള്ളിമാൻ. അച്ഛൻ്റെ ഒരു ആഫ്രിക്കൻ സ്റ്റോറിയാണ് ഞാവൽപ്പഴങ്ങളായിട്ട് വന്നത്. അതും നല്ലൊരു കഥയായിരുന്നു. പിന്നീട് കടവ് തോണിയാണ് MT കടവ് എന്ന് പറഞ്ഞിട്ട് MT തിരക്കഥ എഴുതിയിട്ട് കടവ് എന്ന് പറഞ്ഞിട്ട് സിനിമ വന്നത്. പിന്നെ ഇപ്പോൾ അവസാനം പ്രേമശിക്ഷ, അത് മാണിക്യം എന്ന് പറഞ്ഞിട്ട് അതും ഇപ്പോൾ ഒരു മൂവി ആയിട്ടുണ്ട്. അച്ഛൻ്റെ നാടൻ പ്രേമം ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അന്ന് ഈ മഹാറാണിയിലായിരുന്നു അന്നത്തെ സിനിമ ആക്ടേഴ്സൊക്കെ താമസിച്ചിരുന്നത്. അന്ന് അവർ വീട്ടിൽ വന്നിട്ട് അമ്മ നല്ലൊരു രാത്രി അത്താഴ വിരുന്നൊക്കെ ഒരുക്കിയത് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞങ്ങൾ ബസ്സിലായിരുന്നു മുക്കത്തേക്ക് പോയത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഷീലയും മധു എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. അന്നത്തെ ഉച്ചഭക്ഷണമൊക്കെ നൽകിയിരുന്നത് കാഞ്ചനമാലേൻ്റെ സ്വന്തം മൊയ്തീനായിരുന്നു. മൊയ്തീൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മൊയ്തീൻ എപ്പോഴും അച്ഛനെ കാണാൻ വീട്ടിൽ വരാറുണ്ട്. ആ വെള്ളാരങ്കല്ലുള്ള ആ കണ്ണ് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് മൊയ്തീന്. അന്നൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടിയാണെങ്കിലും ആ മൊയ്തീൻ എപ്പോഴും ഓർക്കുന്നു. അത്രയും നല്ല എന്താ പറയുക, അത്രയും കാണാൻ നല്ലൊരു രൂപമായിരുന്നു അദ്ദേഹം. വീട്ടിൽ പിന്നെ ഞാൻ വലുതായതിന് ശേഷമൊക്കെ വീട്ടിലെപ്പോഴും വരുമായിരുന്നു. ഓരോ ടൗണിൽ വരുമ്പോൾ അച്ഛനെ കാണാൻ വീട്ടിൽ വരാറുണ്ട് MP മൊയ്തീൻ.